ഭക്തജന തിരക്കാണ്. വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ ഡെയിലി 10-200 വാഹനങ്ങളും ഭക്തജന തിരക്കുമാണ്. ഈ വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്ത് ജനങ്ങൾക്ക് വളരെ അസൗകര്യം ഉണ്ടാക്കിയാണ്. അതിനെ മാറ്റാൻ വേണ്ടി ഭഗവാന്റെ പേരിൽ വസ്തു വാങ്ങിച്ചു പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയാണ്. 10-200 വാഹനങ്ങൾ 200-250 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മളിവിടെ ഉണ്ടാക്കിയാണ്. ഒരേ സമയം ഇവിടെ ഉണ്ടാക്കിയാണ്. എന്നിട്ട് ഒരു വശത്തൂടെ ഇറങ്ങിപ്പോകണം, ഒരു വശത്തൂടെ കയറി വരണം. ആ സംവിധാനമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ജനങ്ങളുടെ തിരക്ക് അതിനെ നിയന്ത്രിക്കാൻ ആണ് ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ നേതൃത്വം തന്നെയാണോ? ക്ഷേത്ര നേതൃത്വത്തിൽ തന്നെ, ക്ഷേത്ര ട്രസ്റ്റിന്റെ സംഭാവനയൊന്നുമില്ല, ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ്. അല്ല, സംഭാവനയില്ല. സംഭാവന വേറെയൊക്കെ തരുന്നുണ്ട്. നമ്മൾ ആരോടും ചോദിച്ചാൽ ഇഷ്ടം പോലെ തരും. നമ്മൾ ആരോടും ചോദിച്ചില്ല. ഇതിപ്പോ നമ്മള് പെട്ടെന്നുള്ള ആവശ്യമാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പാർക്കിംഗ്? ഇപ്പൊ ഒരു പാർട്ടി തന്നെ ഒരു 15 സെന്റ് വസ്തു എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ പാർട്ടി. അതിന് അവരെപ്പോഴും എഴുതി തരുന്നോ ഇല്ലെന്ന് നമുക്കറിയാക്കൂല. അത് ഭഗവാന് വേണ്ടി അവരിങ്ങനെ തരാമെന്നവർ പറഞ്ഞിരിക്കുകയാണ്. അതാണ്. അത് നമ്മൾ കണ്ടിട്ടേ അറിയാക്കൂ ഉണ്ടോ ഇല്ലേ. എന്തായാലും ഭക്തജനങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സന്മനസ് ആൾക്കാർ വരുന്നത് ഇന്ത്യക്കകത്ത് മൊത്തം എല്ലാ സംസ്ഥാനത്തു നിന്നും, എല്ലാ സ്റ്റേറ്റിൽ നിന്നും വരുന്നു. പിന്നെ വെളി രാജ്യങ്ങളിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഒറീസ, ബോംബെ, കൽക്കട്ട, മദ്രാസ്, നാഗർകോവിൽ, ഇങ്ങനെ ഇന്ത്യക്കകത്ത് അനവധി പിന്നെ സ്ഥലങ്ങളിൽ നിന്നാണ് ഡെയിലി പൂജയ്ക്കും ആളും ജനവും വരുന്നുണ്ട്. പിന്നെ വെളി രാജ്യങ്ങളിൽ ദിനം പ്രതി ഓരോ രാജ്യത്തു നിന്നും ഇന്ന് തന്നെ USA 2 പേരാണ് വന്നത്. ഇതെല്ലാം ഭക്തജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. എല്ലാം ഭക്തജന സൗകര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവരുടെ ആവശ്യം നടത്തി കൊടുക്കുക, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. വരുന്ന ഭക്തജനങ്ങൾക്ക് എന്താണ് ആവശ്യം അതിനെ നമ്മൾ കൂട്ടുനിന്ന് വരെ കൊണ്ടുപോലും ഇല്ല പോലും. പൈസ ഉണ്ടോ ഇല്ല അതൊന്നും നമ്മുടെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പൊ ഇത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് പാർക്കിംഗ് ഫീസ് ഒന്നും ഈടാക്കുന്നില്ലല്ലോ? ഒരു പാർക്കിംഗ് ഫീസും ഇല്ല. ജനങ്ങൾക്ക് എത്ര സൗകര്യം ഉണ്ടാക്കിയോ അത്രയും സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ തീരുമാനം. ശരി.